ഹലോ. വീക്കെൻഡ് സാറ്റർഡേ എപ്പിസോഡിൻ്റെ റിയാക്ഷനാണ്. എന്താ പറയുക, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ആയിട്ട് പറഞ്ഞ് ഇൻസ്റ്റയിലും ഒക്കെ റീൽസിലും അവരൊക്കെ ആയിട്ട് കണ്ടു. രതീഷ് തിരിച്ചു വരുന്നുണ്ട് 2-3 ദിവസത്തേക്ക് കണ്ടു. അപ്പോൾ രതീഷിൻ്റെ ഒരു ഇൻട്രോ ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്ന് രതീഷിനെ ഒളിപ്പിച്ചിരുത്തിയിട്ട് ജിൻഡോനെ അങ്ങോട്ടേക്ക് വിട്ടത്. അപ്പോൾ എല്ലാവരും ഉള്ളിലൊന്ന് നീറിപ്പോഞ്ഞുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല, കുറേ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഞാൻ കണ്ടിരുന്നു. പക്ഷെ എനിക്ക് അത്യാവശ്യം അനീതി ജിൻഡോയ്ക്ക് നേരെ ആയ പോലെ തോന്നിയിരുന്നു. അത് ഞാൻ കഴിഞ്ഞ റിയാക്ഷനിൽ പറയുകയും ചെയ്തത് അതുകൊണ്ടാണ്. ഇതിപ്പോൾ ഓരോ എപ്പിസോഡും ജിൻഡോ ഫോക്കസ്ഡ് ആണോ അവരുടെ, ഞാൻ ജിൻഡോയുടെ PR ഒന്നുമില്ല സീരിയസ്ലി. പക്ഷെ എന്നിരുന്നാലും പറയാണ്, ജിൻഡോയ്ക്ക് ഈ ഒരു അവസരം കൊടുക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ജിൻഡോയുടെ അടുത്ത്, അതായത് രതീഷിനെ കൊണ്ടുപോയി അവിടെ റൂമിൽ ഇരുത്തിയതിന് ശേഷം എന്തെങ്കിലും വിഷമം പറയാനുണ്ടെങ്കിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാസ്ക് ഇട്ടിരിക്കുന്ന രതീഷിന്റെ അടുത്തോട്ടാണ് ജിൻഡോനെ കൊണ്ടുവിടുന്നത്. ജിൻഡോ അത് പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് തോന്നിയത് കേട്ടോ. ജിൻഡോ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അത്യാവശ്യം ഫീൽ ചെയ്തു. പുള്ളി പറഞ്ഞിട്ടില്ലേ, അതായത് എനിക്ക് അത്യാവശ്യം ആരോഗ്യമുണ്ട്, ഞാൻ പിടിച്ച് ഇടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുന്ന അറിയാം. അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്താൽ അത് ഉറപ്പായിട്ടും ഫിസിക്കൽ അസോൾട്ടായിട്ട് വ്യാഖ്യാനിക്കപ്പെടുമെന്ന് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ജിൻഡോ ഒന്നും ചെയ്യുന്നുമില്ല. അത് മുതലാക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഗബ്രിയുടെയൊക്കെ ആ ഒരു ആക്രമണം. കാരണം അങ്ങേരൊന്നും പറയത്തില്ല, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും അങ്ങേർക്കൊന്നും പറ്റത്തില്ല അവർ രീതിക്ക് പറഞ്ഞിട്ട് അതിൻ്റെ ആ വിഷമം ഉള്ളിക്കൊണ്ട് പുള്ളിയോട് പറഞ്ഞ് തുടങ്ങിയതായിരുന്നു. പക്ഷെ അത് അവിടെ ചവിട്ടി ബിഗ് ബോസ് ജിൻഡോട് അടുത്ത് പറയുന്നത്, ജിൻഡോ താങ്കൾക്കിത് പറയാൻ അവസരം തരാമെന്നാണ്. ആ തരാമെന്ന് പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ്റെ മുഖം, അത് പറയുമ്പോൾ ലാലേട്ടൻ്റെ മുഖം അത്യാവശ്യം ഫ്യൂരിയസ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സൺഡേ എപ്പിസോഡിലോട്ട് വറക്കാനായിട്ട് കുറച്ച് പേരെ വെച്ചിരിക്കുന്നതാണ്. ആ ഇഷ്യൂ അവിടെ തീർക്കുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അത് എടുത്തു പറയാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത്, തിരിച്ചു വന്നതിന് ശേഷം ആവശ്യമില്ലാത്ത എപ്പിസോഡുകളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു ജിൻഡോയുടെ അതിന് ശേഷം അവർ ആ ക്യൂസ് സെഷൻ കൊണ്ടുവന്നു. വെറുപ്പീരായിരുന്നു, എനിക്ക് വെറുപ്പീരായിരുന്നു, നല്ല ബോറടിച്ചു. അതിനെപ്പറ്റി ഒന്നും പറയാനില്ല, അതുകൊണ്ട് അതങ്ങ് എടുത്ത് മാറ്റി വെക്കുന്നു. പക്ഷെ അതിനുശേഷം ആ ഗെയിം ഡിസ്കഷൻ ലാലേട്ടൻ ഇടുന്നുണ്ട്. ആ ഇടുന്നത് വളരെ ക്ലിയർ ആണ്. ലാലേട്ടൻ ഓരോരുത്തരെയും ആൻസേഴ്സ് ലോക്ക് ചെയ്യാണ്, കൃത്യമായിട്ട് ലോക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ശ്രീതുകൻ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എന്താ പറയുക ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഞാനാണ് ഇത് ഫോളോ ചെയ്തിട്ടില്ല. അത് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു കേട്ടത് ഗബ്രിയാണ് മുടി പിടിച്ച് വലിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആംഗിളിലാണ് ആക്ച്വലി ഞാൻ നോക്കിക്കേണ്ടത്. ഇപ്പം ഇതിനോടൊക്കെ ഞാൻ അത്യാവശ്യം ബയസ്ഡ് ആണ് എൻ്റെ റിയാക്ഷനിൽ. എനിക്ക് ഗബ്രീനെ വലിയ താല്പര്യമില്ല. ഇപ്പോൾ ചിറ്റനോട് ചെറിയ താല്പര്യം കയറി വരുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഗെയിം ആസ്വാദന രീതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് തന്നെ പറയുകയാണ്, ഞാൻ ഒരു ആംഗിളിലാണ് നോക്കിയത്, ഒരു ഗബ്രി എങ്ങനെയാണ് മുടി പിടിച്ച് വലിച്ചതെന്ന് അറിയാനായിട്ട്. പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല. ബേസിക്കലി ലാലേട്ടൻ കുറച്ച് പേരുടെ ആൻസേഴ്സ് ലോക്ക് ചെയ്ത്, നിങ്ങൾ മുടി പിടിച്ച് വലിക്കണം കണ്ടോ, മുടി പിടിച്ച് വലിക്കുന്നത് കണ്ടോ എന്ന് ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നുണ്ട്. അത് ഇന്നത്തേക്കുള്ള ഒരു തീപ്പന്തമായിരിക്കും എന്ന് ഓർത്തിയായിരിക്കുന്നു. അതല്ലെങ്കിൽ ബിഗ് ബോസ് കാണിക്കുന്ന ചെറ്റത്തരമായിരിക്കും. കാരണം ഒരു പറയാത്തൊരു ആൻസർ ഉണ്ടാവും. ഇന്നത്തെ സൺഡേ എപ്പിസോഡിലേക്ക് എന്തോന്നും ലാലേട്ടൻ മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിൽ പറഞ്ഞത്. കാരണം വീഡിയോസ് കാണിക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും, ആംഗിൾസിൽ ഒരിക്കലും ജിൻഡോയ്ക്ക് എന്ത് പറ്റുന്നൊന്നും കാണിക്കുന്നില്ല. ജിൻഡോ ഗബ്രീനെ പിടിക്കുന്നു, ഗബ്രി എന്തോ ചെയ്യുന്നു, ബാക്കി നമ്മൾ ഊഹിക്കണം. ഗബ്രി കണ്ണി കുത്തിന്ന് മാന്തിന്ന് മുടി പിടിച്ച് വലിച്ചു എന്നൊക്കെ അവരും പറഞ്ഞു കേട്ടിട്ടാണ്. പക്ഷെ ആംഗിൾ കൃത്യമായിട്ട് നമ്മൾ കാണുന്നത്, അത് ആ ഷോട്ട് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലായിടത്തും നോക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ജിൻഡോ, അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സാധനം അവിടെ വരുന്നില്ല. എന്നാൽ ആ ആംഗിളിൽ ഗബ്രി അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചെയ്യുന്ന ജിൻഡോ ചെയ്യുന്ന ഒരു കുറ്റവും കാണില്ല. ആരും മുടി പിടിച്ച് വലിച്ച് നെവർ ആൻസേർഡ് ഇൻ ദ വീഡിയോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ലാലേട്ടൻ അവരെ ഒന്ന് ഇങ്ങനെ മസാലയൊക്കെ പോയിട്ട് ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പൊ കുറച്ച് പേര് ആൻസേഴ്സ് ഒക്കെ ലോക്ക് ചെയ്തു. ശ്രീതുവിന്റെ, ഗബ്രിയുടെ, ശരണ്യയുടെ, അപ്സര അങ്ങോട്ട് ക്ലിയർലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്സരയും വാസ് അഗെയിൻസ്റ്റ് ജിൻഡോ. എല്ലാവരും ജിൻഡോയ്ക്ക് അഗെയിൻസ്റ്റ് ആണ് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലാലേട്ടൻ അതെല്ലാം എടുത്തു വെച്ചിട്ട് ഈ എപ്പിസോഡിൽ എന്തെങ്കിലും കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലോജിക്കലി അതാണ് സംഭവിക്കേണ്ടത്. എനിവേസ്, നമുക്ക് നോക്കിയിരിക്കുക എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ജിൻഡോയുടെ എക്സ്പ്ലനേഷനും വളരെ ശരിയായിട്ട് തോന്നി. ഇനി ശരിയല്ലെങ്കിൽ ജിൻഡോ സ്മാർട്ടാണ്, അങ്ങനെയെങ്കിലും സമ്മതിക്കണം. കാരണം ജിൻഡോ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിൻഡോ മുടി പിടിച്ച് വലിച്ചു എന്ന് എല്ലാവരും ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയുന്നു. പുള്ളി മുടി പിടിച്ച് വലിച്ച് പുള്ളിക്ക് എന്തായാലും ഓർമ്മയില്ല, പുള്ളി ബ്ലാക്ക് ഔട്ട് ആയി എന്നുള്ളതാണ് പുള്ളിയുടെ ഡിഫൻസ് പറഞ്ഞിരിക്കുന്നത്. ശരിയോ തെറ്റോ എന്തായാലും സിറ്റുവേഷനിൽ നമ്മൾ എഴുതി വെക്കുമ്പോൾ അങ്ങനെ മാച്ചായി പോകുന്നുണ്ട് ഇതുവരെ ഉള്ളത്. ബാക്കി ഇനി ലാലേട്ടൻ ഇന്ന് ഈ സൺഡേ എപ്പിസോഡ് എന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് കാണാനുണ്ടാകും. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു എടുത്തു പറയേണ്ടത് സിജോയുടെ വലിയ നീട്ടി വലിച്ചുള്ള പറയല് നോറയുടെ അത്രയും വെറുപ്പിക്കൽ അല്ലെങ്കിലും അത്യാവശ്യം വെറുപ്പീരായി തുടങ്ങിയിട്ടുണ്ടായി. കൈൻഡ് ഓഫ് സിജോ പ്രഭാഷണമായിട്ടാണ് ഇപ്പൊ എനിക്ക് അതിനെ തോന്നുന്നത്. എന്ത് കാര്യം ചോദിച്ചാലും നോറ ഇങ്ങനെ തന്നെയാണല്ലോ. ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ കറങ്ങി വന്ന് എനിക്ക് എടുക്കാൻ സ്പേസ് എല്ലാം എടുത്ത് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ്. സിജോയുടെ സ്റ്റൈലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അതിന് ഒരു ഡീപ്പ് അനാലിസിസും അതിൻ്റെ ഒരു ഉത്തരം ഉണ്ടാവും. നല്ല ബോറാണ്, ഇത് പറയാനാണ്, പിന്നെ വന്നിട്ടല്ലേ ഉള്ളൂ.
പക്ഷെ നല്ല ബോറടിയാണ്. എത്ര നാൾ ആൾക്കാർ കേട്ടിരിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പയ്യെ പയ്യെ എപ്പിസോഡിനാണ് ഔട്ട് ആവും. ഐ മീൻ ആ സീനുകൾ കട്ട് ചെയ്ത് കളയുമായിരിക്കും. ഇതൊരു നേരാണ്, മനുഷ്യന് സഹിക്കാൻ പറ്റണ്ടേ. പിന്നെ ഒരു സമാധാനമുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെ അടുത്തും ലാലേട്ടൻ സിജോനെ പറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ഈ അഭിനയിച്ച് മരിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ, ആൾക്കാർ കാണുന്നവർക്ക് നിനക്ക് ഉളുപ്പില്ലയുടെ ലേശം ഉളുപ്പെന്ന് ചോദിക്കുന്ന എഴുതിയിട്ടെങ്കിലും ഇവർക്കൊന്ന് നിർത്തിക്കൂടെ. ഇതുവരെ സിജോ എന്നൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോയെന്നുള്ള അന്വേഷിക്കായിരുന്നവരാണ് ഇപ്പം അങ്ങോട്ട് കയറിയിട്ട് സിജോനെ വാഴ്ത്തി പാടുന്നത്. ജിൻഡോന്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടു. ജിൻഡോ തീർത്ത് പറയുന്നത് ജിൻഡോന്റെ സിജോയ്ക്ക് പ്രത്യേകിച്ച് സ്തുതിയൊന്നും പാടാൻ പോയില്ല. എനിക്ക് അങ്ങനെ തീപ്പൊരിയായിട്ടോ തീയായിട്ടോ ഒന്നും തോന്നിയില്ല. ഉറച്ച് കളഞ്ഞൊരു തീപ്പെട്ടിയായിട്ട് തോന്നിയുള്ളൂ എന്നൊക്കെയാണ് ജിൻഡോ പറഞ്ഞത്. പുള്ളിനെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള ഡിഫറെന്റ് ഓഫ് ഒപ്പീനിയൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആൾക്കാരിൽ ശ്രദ്ധ പിടിക്കാൻ നോക്കുന്നുണ്ട്. കൊള്ളാം, പുള്ളി പഠിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ വൃത്തിക്ക് ഇറക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ നൈസായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് ജിൻഡോനെ. പിന്നെ ജിൻഡോയുടെ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജിൻഡോനെ പറ്റിയില്ല പറയുന്നത്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് എല്ലാ എപ്പിസോഡിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുള്ളത് ജാസ്മിനെ പറ്റി പറയുമ്പോഴാണ്. ജാസ്മിൻ ഇന്ന് കിടന്നുകൊണ്ട് കുറേ നിലത്ത് കിടന്ന് ഉരുളുന്നുണ്ടായിരുന്നു. ആ ഉരുണ്ടതൊക്കെ എടുത്തിട്ട് ലാലേട്ടൻ കാലേവരി ഹൾക്കിനെ പോലെ ഹൾക്ക് ലോക്കിനെ അടിക്കുന്നില്ല, അതേപോലെ എടുത്തിട്ട് അടിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. ഒന്നാമത് ലാലേട്ടൻ കയറി ഒന്ന് ചൊറിഞ്ഞു. സ്ഥിരമായിട്ടുള്ള കാണിക്കുന്ന വൃത്തിയുടെ ഇഷ്യൂ ലാലേട്ടൻ വീണ്ടും എടുത്തിട്ട് കുത്തി. കാരണം ആൾക്കാർക്ക് അത് കാണുന്നത് ഇഷ്ടമാണെന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബിഗ് ബോസ് എടുത്തിട്ട് കുത്താനേ പറയത്തുള്ളൂ. അവളത് ചെയ്യുകയും ചെയ്തു. അപ്പൊ എന്നെ എന്തുകൊണ്ട് മാത്രം എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞില്ല, ജാസ്മിന്റെ കയ്യിൽ നിന്ന് പോയി തുടങ്ങി. അപ്പൊ ലാലേട്ട ആ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഇവിടെ തിരിഞ്ഞ് ആ തുടക്കം കുറച്ച് സാധനങ്ങൾ കണ്ടല്ലോ, മറ്റേ പറയണോ കാണിക്കണോ ചോദിക്കുമ്പോൾ ലോകത്തെങ്ങും കാണാത്തൊരു എക്സ്പ്രഷൻ ഇടുന്നുണ്ടല്ലോ. മറ്റേ സിജോയുടെ അടുത്ത് വന്നു സിജോടിനോട് കാര്യങ്ങൾ ചോദിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ കാണിക്കണം എന്ന് ജാസ്മിൻ പല്ലൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ട് ഒരു മെനകെട്ടൊരു എക്സ്പ്രഷൻ എടുത്തായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സോ അഡോറബിൾ എന്നുള്ള ഒരു സാധനം ഇട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല കട്ട വൃത്തികേടായിരുന്നു. പിന്നെ ലാലേട്ടൻ എടുത്ത്, അതായത് വേറെ ആരും പൊക്കി കൊണ്ട് വന്നില്ലെങ്കിലും ജിൻഡോ അറിഞ്ഞിട്ടില്ല, ഞാനും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ഇതുവരെ. പക്ഷെ ലാലേട്ടൻ എടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്, മറ്റേ സ്മോക്കിംഗ് റൂമിൽ ശരണ്യെ ഒളിച്ച് നിൽക്കുന്നത് കണ്ടിട്ടും എന്തുകൊണ്ടും മിണ്ടില്ല. നന്ദനയും അതിനെപ്പറ്റി ഒരു കമന്റ് പറയുന്നത് കണ്ടായിരുന്നു. പക്ഷെ ജാസ്മിൻ അതങ്ങോട്ട് കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടന്റെ ചിരിയും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ വായിക്കാം. അതായത് ജാസ്മിൻ മനഃപൂർവ്വം ശരണ്യനെ ടീമിനെ ചതിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ സമ്മതിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഫോളോ ചെയ്ത ന്യൂസേ അല്ല, അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ അത് ഇത്ര ശരിയാണ് തോന്നാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനാണല്ലോ ചോദിക്കുന്നത്. രണ്ടാമത് ലാലേട്ടൻ അത് ജിൻഡോ അടുത്ത് ചോദിക്കുമ്പോൾ അങ്ങനെയായിരിക്കും ഇതൊന്നും മനസ്സിലായിട്ടില്ല. പുള്ളിക്കാരൻ ഇപ്പോഴും മറ്റേതോ പിടിച്ച് മുങ്ങിയേക്കായിരുന്നു. മറ്റേ ജിൻഡോയുടെ ഇതിന് മുമ്പത്തെ ഇഷ്യൂ തന്നെ ജിൻഡോ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവിടെ തൊട്ട് ജാസ്മിൻ്റെ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ നല്ല രസമാണ്. ജാസ്മിൻ പണി പാളി ശരണ്യയുടെ കേസിലും കൂടി എന്നെ പൊക്കിയെന്ന് ഓർത്തിട്ട് ജിൻഡോ എഴുന്നേറ്റുകൊണ്ട് വീണ്ടും പഴയത് പിടിച്ചപ്പോൾ അത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് പിന്നെ ജാസ്മിൻ അവിടെ കിടന്ന് കാണിക്കുന്ന ഒരു തത്രപ്പാടുണ്ട്. പഴയ വിഷയം വീണ്ടും കൊണ്ടുവന്നിട്ടല്ലേ മുഖത്തുള്ള എക്സ്പ്രഷൻ. അതായത് ജിൻഡോയ്ക്ക് ഇത് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായി. അതെന്നാൽ ജിൻഡോ ഇനി ആ വിഷയം ഇടാതിരിക്കാനായിട്ട് ജാസ്മിൻ അവിടെ, അത് ലാലേട്ടന് മനസ്സിലായിട്ടുണ്ട്, എന്തായാലും ക്രിയൂന് മനസ്സിലായിട്ടുണ്ട്, വിഷയം വീണ്ടും എടുത്തിടുമായിരിക്കും. ഇനി ഇല്ലെങ്കിൽ തന്നെ ജാസ്മിൻ അവിടെ അതുമാതിരി കിടന്ന് കാണിച്ച ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ മറ്റേ കിടന്ന് ഉരുളം അയ്യോ പൊക്കിയില്ല ജസ്റ്റിൻ രക്ഷപ്പെട്ടു കാണിച്ച ആ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാനുണ്ടായിരുന്ന ഒരു ഐറ്റം. അല്ലാണ്ട് എന്ത് പറയാനാണ്, വിഷയം മാറ്റം കിടന്ന് കാണിച്ചതൊക്കെ കാണാനുണ്ടായിരുന്നു. പിന്നെ അപ്സരയ്ക്ക് കുറച്ച് സ്ക്രീൻ സ്പേസ് കൊടുത്തായിരുന്നു. അപ്സര എന്താണ്ടൊക്കെ അതുപോലെ ഒരു സ്കൂൾ ലീഡർ സെറ്റപ്പിൽ നേരെ എഴുതിയിട്ടുണ്ട്. ലാലേട്ട ഇതാണ് സംഭവിച്ചത്, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇൻവോൾവ്മെന്റ് എത്രയായിരുന്നു. നമ്മൾ മറ്റേ ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു സ്റ്റാർ ടെക്നിക്കില്ലേ, അതായത് സിറ്റുവേഷൻ, പിന്നെ ആക്ഷൻ ആൻഡ് ഫൈനലി റിസൾട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഒരു മോഡൽ വെച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ട് ആ സാധനം ഡെലിവർ അപ്സര ചെയ്ത് കാണാനായിട്ട് നല്ല രസമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു മാനേജ്മെന്റ് ഫെസ്റ്റോ സ്കൂളിലുള്ള കോമ്പറ്റീഷൻ ആയിട്ടോ അല്ലാത്തതുകൊണ്ട് അപ്സരയുടെ കയ്യിൽ നിന്ന് പണ്ടേ സാധനം പോയിരുന്നു. അപ്സരയ്ക്ക് ഇപ്പോൾ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്നൊക്കെ അറിയാവുന്ന സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ അപ്സര മനസ്സിലാക്കണം ഇതല്ല ഇവിടെ ആവശ്യമുള്ള സാധനം എന്നുള്ളത്. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ബിഗ് ബോസിന് വേണ്ടത് ഒരു സ്കൂൾ ലീഡറെയോ ഒരു ക്യാപ്റ്റനെയോ അല്ല, അത്യാവശ്യം മൈൻഡ് ഗെയിംസ് ഒക്കെ മനസ്സിലാക്കി കളിക്കുന്നതാണ്. അപ്സര വിചാരിക്കുന്നത് ഇപ്പോഴും ബീയിങ് ഫെയർ ആണ് നമുക്ക് മറ്റേ പോയിന്റ് ഇടാനുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് എന്നാണ്. ശരിയായി കൊള്ളുമായിരിക്കും, എന്തായാലും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ ഋഷി സ്റ്റിൽ വിത്ത് അൻസിബയ്ക്കോ ഋഷിക്ക് അപ്പോൾ ഋഷിയുടെ ചുറ്റും നിൽക്കുന്ന ആർക്കെങ്കിലും വേദനിച്ച് കഴിഞ്ഞാൽ ഋഷി സ്വയം വിശ്വസിക്കുന്ന ദ ബീസ് മോഡ് ഓൺ ആവും. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. ഋഷി ഇന്നും കാര്യങ്ങളൊന്നും അറിയാം. ഋഷി പറയുമ്പോൾ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് വലിയ കഥയൊന്നും തോന്നത്തില്ല. ഋഷി ഇന്നും ജിൻഡോ പറയുമ്പോഴേക്കും ഋഷി അരച്ച് കയറി പറയുന്നുണ്ട്, അയാൾ ബ്ലാക്ക് ഔട്ട് ആയി പോയി എത്ര എന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ വെറുതെ ചീറ്റി പോകുന്നുള്ളത് ഇന്നത്തെ ഒരു എപ്പിസോഡ് മണിക്കൂറുകളേ ഉള്ളൂ. ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് തേടുന്നത്. അപ്പോൾ മിക്കവാറും ചീറ്റി പോയി ലാലേട്ടൻ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ വിശ്വസിക്കുന്നത് എന്തോ വരാൻ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത് എക്സ്പ്ലനേഷൻ എത്തിച്ചില്ല. നമ്മുടെ ജിൻഡോനെ കൊണ്ട് രതീഷിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യം പറയാൻ വീണ്ടും അവസരം കൊടുക്കാന്ന് പറയുന്നു. സോ ഐ തിങ്ക് അത് വീണ്ടും ഒരു കുത്തിപ്പൊക്കൽ ഉണ്ടാവും എന്നുള്ളത്. അപ്പം ഋഷി ഇടയ്ക്ക് കയറിയിട്ട് ജിൻഡോ തുടങ്ങിയപ്പോൾ ചൊറിഞ്ഞതും ഇത്രയും വികാരധീനനായതിൻ്റെ ഒക്കെ
അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവും, അല്ലാണ്ട് ഇപ്പം തോന്നുന്നു തെറ്റിപ്പോയി എന്നറിയുന്നതാണല്ലോ നമുക്ക് കാണുന്ന രസം. പിന്നീട് അങ്ങോട്ട് ക്യാപ്റ്റനെ കണ്ടുപിടിക്കാനുള്ള ക്യാപ്റ്റനെ പുകഴ്ത്തലായിരുന്നു. ഒബ്വിയസ്ലി ശ്രീതു കൊള്ളായിരുന്നു. ശ്രീതു പമ്മി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ലവ് എന്നൊന്നും ഞാൻ പറയുന്നത് റൊമാൻസ് ടീനേജ് റൊമാൻസ് ലെവലുള്ള ഒരു ട്രാക്ക് മറ്റേ പിടിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീധുവിന് വേറെ ഡെലിവറി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. ശ്രീധുവിന് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓടിച്ചാടി നടന്ന് ക്യാപ്റ്റൻസിയിൽ മാക്സിമം നല്ല പേര് വാങ്ങാൻ ശ്രമിച്ചിട്ടുണ്ട്, അതെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് അരി വാങ്ങാനൊന്നും പറ്റത്തില്ല, അവിടെ കൂടാനും പറ്റത്തില്ല, ആഴ്ച കടന്നു കിട്ടിയെന്ന് കരുതാം. എനിവേസ് പിന്നെ നോറയുടെ പതിവ് പോലെ വെറുപ്പിയായി തുടങ്ങിയിട്ട് ഇപ്പം പറയാം. ഇതുവരെ ഇതിന് മുമ്പുള്ളൊരു എപ്പിസോഡിലും ഇല്ലാത്തതുകൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നത് നോറയെ സഹിക്കാൻ പറ്റാണ്ടായിട്ടുണ്ട്. എനിക്ക് നോറയെ ഇഷ്ടമായിരുന്നു. ഇവളുടെ മറ്റേ ഒരു കുട്ടിച്ചാത്തം മോഡാണ് നോറയെ എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളവർക്ക് വരുമ്പോൾ അവളുടെ ആ ചിരിയൊക്കെ മനഃപൂർവ്വം ക്യാമറയ്ക്ക് വേണ്ടി ഇടുന്നു. മറ്റേ ആരെങ്കിലും തമ്മിൽ തല്ലോടുമ്പോൾ അവളുടെ ആ ചിരിയൊക്കെ ഇടുന്നതൊക്കെ കണ്ട് ഞാൻ എൻജോയ് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ സൗണ്ട് പറ്റുന്നില്ല. അതിപ്പോൾ അവളെ തെറ്റല്ലെന്ന് പറഞ്ഞാൽ അവളത് ഇപ്പോൾ ഒരു സമയം കൊണ്ട് നമുക്ക് മനസ്സിലാവല്ലോ നമ്മുടെ സൗണ്ട് ആൾക്കാർക്ക് അരോചകമാണോ അല്ലയോ, അത് എങ്ങനെ ഡെലിവർ ചെയ്യണം, കുറച്ച് മോഡുലേഷൻ മാറണം. ഇതൊന്നുമില്ല, കുറച്ച് സംസാരം, കുറച്ച് കാര്യമായ കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയും. ഇതൊന്നുമില്ല, ജസ്റ്റ് വലിച്ച് അങ്ങോട്ട് എറിയാണ്. നല്ല പോയിന്റ്സ് ഒരുപാട് നോറ അടുത്ത് വരുന്നുണ്ടെങ്കിൽ നോറ സംസാരിക്കുന്നത് കേൾക്കുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ട്. എന്തോന്ന് പറയാനാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈജീൻ്റെ ഇഷ്യൂല് വീണ്ടും ജാസ്മിനെ പൊക്കി. പിന്നെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ കിടന്നത്. പക്ഷെ എപ്പോഴും ജാസ്മിൻ ഇതിലുള്ളതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ അസാസിനേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ജാസ്മിന് മനസ്സിലായി. അതുകൊണ്ടാണ് ജാസ്മിൻ ഇപ്പം ഇത്രയും പൊട്ടുന്നത്. ക്രൂരതയാണ്. ഇനിയിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്തായിരിക്കാവോ. പക്ഷേ ദിസ് ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഷോ. ആൻഡ് നമ്മളെന്തെങ്കിലും ഒരു എമ്പതി അങ്ങോട്ടേക്ക് തോന്നുമ്പോഴേക്കും അത് പൊളിച്ചടക്കണ സാധനം ജാസ്മിൻ ഇപ്പുറത്ത് കാണിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോൾ ഈ ഒരു മോഡിൽ തന്നെയാണ് ഈ ഷോ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനാണ്, അവർ ഡെലിവറി ചെയ്തെടുക്കാന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പാവം തോന്നി നന്മോരം കളിച്ചിട്ട് കഴിഞ്ഞാൽ ഷോ എൻജോയ് ചെയ്യാൻ പറ്റില്ലെന്നേ. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, കുറെ ആൾക്കാർ സേവ് ആയി, അവരെല്ലാവരും പേരൊന്നും പറയുന്നില്ല. ബട്ട് അർജുൻ ഒരു ഫാൻ്റെ വക ഒരു കുറെ ഉമ്മയൊക്കെ വെച്ചിട്ടൊരു ടവലയിൽ കീപ് സ്മൈലിംഗ് എന്നൊക്കെ വെച്ചിട്ടൊരു സാധനം വന്നു. ഞാൻ ആലോചിക്കുന്നത് ലാലേട്ടനായാലും ബിഗ് ബോസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ലല്ലോ ഈ ഷോ, കുടുംബ പ്രേക്ഷകരോട്ടുള്ള ഷോയാണ്. അപ്പോൾ എല്ലാ ഏജിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5, 6, 7, 8 മാക്സിമം 2+2 വരെ ലെവലുള്ള കുട്ടികൾക്ക് അവർക്ക് പോലും ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ക്രിഞ്ചായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് അറിയത്തില്ല, ഇതൊക്കെ ഒരുപാട് കാലം മുമ്പുള്ള സീനാണ്. ഐ തിങ്ക് ഐ എം വെരി മച്ച് ജലസ് ടു ഹിം. അങ്ങനെ വല്ലതൊക്കെ ആയിരിക്കും. കണ്ടിട്ട് നല്ല വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. എനിവേസ് കണ്ടതിൽ സന്തോഷം. എന്തെങ്കിലും അഭിപ്രായം അറിയിക്കുക. കഴിഞ്ഞ തവണത്തെ ഭയങ്കര നീണ്ടു പോയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെറുതാക്കാൻ നോക്കിയിട്ടുണ്ട്. താങ്ക് യു.